ഈ ആക്രമണം പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ളതാണ്. വലിയ പ്രകോപനങ്ങൾക്ക് തന്നെയാണ് പാകിസ്ഥാൻ ശ്രമം നടത്തുന്നത് എന്നുള്ളത് സംശയാതീതമായി തന്നെ പറയുവാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ദക്ഷിണ കശ്മീരിലടക്കം ഖുദ്രു മേഖലകളിലടക്കം ഈ ഓർഡിനൻസ് ഡിപ്പോയ്ക്ക് സമീപമൊക്കെയും സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ കേട്ടതായി പ്രദേശവാസികളടക്കം ഇപ്പോൾ പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. ജമ്മു കാശ്മീരിലെ ഈ ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജയ്സാൽമീറിലേക്ക് കടത്തി വിട്ടിട്ടുള്ള എല്ലാ ഡ്രോണുകളും പാകിസ്ഥാന്റെ എല്ലാ ഡ്രോണുകളും ഇന്ത്യയുടെ വ്യോമ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വെടിവെച്ച് വീഴ്ത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ പാകിസ്ഥാന്റെ ഈ സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ട് നടക്കുമ്പോൾ വലിയ തരത്തിലുള്ള സൈനിക ഇടപെടൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ പ്രതിരോധ വിഭാഗം ഇത് കൃത്യമായും നിരീക്ഷിച്ചു വരികയാണ്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇതൊക്കെയും തന്നെ വിലയിരുത്തിക്കൊണ്ട് മേധാവികളോടുമായുള്ള ആശയവിനിമയം തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമന്ത്രിയും ഇക്കാര്യം നിരീക്ഷിക്കുകയാണ് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇതിനോടകം പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ ജമ്മു കാശ്മീർ പ്രദേശങ്ങളിൽ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി ഈ ആക്രമണം വിടുമ്പോൾ, പ്രത്യേകിച്ചും ഈ അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പഞ്ചാബ്, രാജസ്ഥാൻ, ജമ്മു കാശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ ജനവാസ മേഖലകളും അതോടൊപ്പം വ്യോമ താവളങ്ങളും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്നത്. അതും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രകോപനത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഭദ്ര, അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും ജമ്മു കാശ്മീരിന്റെ നിർണായകമായ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിക്കുന്നത് എന്നുള്ളത് കൂടി എടുത്തു പറയട്ടെ. മറ്റൊന്ന് സ്വാതി, നമുക്കറിയാം ഈ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല വ്യാജ വാർത്തകളും പടച്ചുവിടുന്ന സാഹചര്യമുണ്ട്. ഇന്ത്യയുടെ 5ഓളം പോർ വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴിതാ ജനങ്ങൾ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് പാകിസ്ഥാന് മേൽ ഇന്ത്യ പ്രകോപനം സൃഷ്ടിക്കുന്നത്. ഒരു ശക്തിക്കും, അതായത് പാകിസ്ഥാൻ ഇനി എത്രയൊക്കെ കൂട്ടത്തോടു കൂടി ഡ്രോണുകൾ വന്നിട്ടാണ് 50ഓളം ഡ്രോണുകൾ വെടിവെച്ചിട്ടത്. ഇനി എങ്ങനെയൊക്കെ പാകിസ്ഥാൻ വന്നാലും അതിന് സർവ്വസജ്ജരാണ് ഇന്ത്യൻ സൈന്യം എന്നുള്ളത് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സ്വാതി ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ നമ്മൾ പറയുന്നുണ്ട്, അതായത് ഞങ്ങൾ ഭീകരവാദത്തെയാണ് എതിർക്കുന്നത്, ഭീകരർക്കെതിരെ മാത്രമാണ് ഞങ്ങളുടെ യുദ്ധം നടക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പാകിസ്ഥാൻ എന്തിനാണ് ജനങ്ങൾക്ക് നേരെ തിരിയുന്നത്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പാവപ്പെട്ട 13ഓളം ആളുകളാണ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 13ഓളം ആൾക്കാരുടെ ജീവനെടുത്ത ഇന്ന് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോഴിത് വീണ്ടും ജനവാസ മേഖലയിലേക്ക് തന്നെ തിരിയുന്നു. അപ്പോഴും ഇന്ത്യൻ സൈന്യം സുസജ്ജമാണ്. ഏത് തരത്തിലുള്ള പ്രകോപനം വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം പറയുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പോൾ ഈ കംപ്ലീറ്റ്, അതായത് പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിക്കുന്നു, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൽ കൂടെയും പാകിസ്ഥാന് ഇന്ത്യയെ ആക്രമിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം, അതായത് മണിക്കൂറുകളായി ഇതിനു വേണ്ടി ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോഴുള്ള യോഗം പോലും ഇനി അടുത്ത ഘട്ടത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം, ജനങ്ങളെ എങ്ങനെ സംരക്ഷിക്കണം എന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഈ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ തന്നെ, അതായത് കേരളത്തിലെ പല സ്ഥലങ്ങളിലും മോക്ക് ഡ്രിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് രാജ്യം അത്രത്തോളം സർവ്വസജ്ജമായി നിൽക്കുന്നു ഏത് ഘട്ടത്തെ പോലും നേരിടാൻ വേണ്ടി, അല്ലെ സ്വാതി? തീർച്ചയായും ഭദ്ര, അത്തരത്തിൽ തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഈ ജമ്മു കാശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്നുകൊണ്ടുള്ള, അതായത് ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളടക്കം ആ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മിസൈലുകളും ഡ്രോണുകളും ഇപ്പോൾ പാകിസ്ഥാൻ തൊടുത്തുവിട്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും പലയിടങ്ങളിലും അത് വിജയകരമായി പൂർത്തിയാക്കാൻ പാകിസ്ഥാന് കഴിയാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം ഇത്തരം വ്യോമ താവളങ്ങളിലേക്ക് പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനോടകം തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി തന്നെയാണ് ഈ വരുന്ന ഡ്രോണുകളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി, കൃത്യമായി മനസ്സിലാക്കുന്നതിനു വേണ്ടി റഡാർ സംവിധാനം ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനം കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് ഇപ്പോൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ഇതിൽ കൃത്യമായ നിരീക്ഷണങ്ങൾ സൈനിക മേധാവികൾക്ക് കൊടുത്തിട്ടുണ്ട്. സൈനിക മേധാവികളുമായി പ്രതിരോധ മന്ത്രാലയം നടത്തുന്ന കൂടിക്കാഴ്ചകളും ആശയവിനിമയവും വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. ഏത് തരത്തിലേക്ക് ഓരോ മണിക്കൂറുകളിലും നടപടികൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ആ നടപടികൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള അനന്തരഫലം ഉൾപ്പെടെ ഈ മേധാവികളുമായി കൃത്യമായ ആശയവിനിമയം നടത്താൻ
നിരവധി നമ്മുടെ സായുധ സേനയ്ക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതേസമയം ഈ ആക്രമണമൊക്കെയും നടത്തുമ്പോൾ ആളപായം ഇല്ല എന്നുള്ളൊരു അവകാശവാദം ഇപ്പോൾ പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രസ്താവനയൊക്കെയും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നതായിട്ടുള്ള സൂചനകൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് സ്ഥിരീകരിക്കുന്നതിന് ശേഷം മാത്രം അത്തരത്തിലുള്ള വാർത്തകൾ നൽകാമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പറയുവാനുള്ളത്. എന്തായാലും ഇത്തരത്തിൽ ആക്രമണം കടുപ്പിക്കുമ്പോൾ ജനവാസ മേഖലകളിലേക്ക് നിരന്തരമായുള്ള ആക്രമണം നടത്തുമ്പോൾ പോലും അതിനെ പൂർണ്ണമായും ചെറുത്തു തോൽപ്പിക്കുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ തന്നെ ഇന്ത്യ സജ്ജമാക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജമ്മു, പത്താൻകോട്ട്, ഉദ്ധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് ജനവാസ മേഖലകളിലേക്ക് ഈ ഡ്രോണുകളും മിസൈലുകളും അടക്കം പാകിസ്ഥാൻ ലക്ഷ്യമിടുമ്പോൾ അതിനെയൊക്കെയും പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. വിവിധ ഇടങ്ങളിൽ ജമ്മു കാശ്മീർ മാത്രമല്ല മറ്റ് അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം, അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലടക്കം നിരന്തരമായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാവുകയും അവിടെ പൂർണ്ണമായും വൈദ്യുതി വിച്ഛേദിച്ചുകൊണ്ട് ഇതിനെയൊക്കെയും നിരീക്ഷിക്കുവാനുള്ള ഒരു നീക്കം വ്യോമസേനയുടെ ഭാഗത്തു നിന്നും ഈ വ്യോമ സൈറണുകൾ അടക്കം മുഴക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ വിവിധ ഇടങ്ങളിലെ ജാഗ്രതാ നിർദ്ദേശം അടക്കം നൽകുന്ന തരത്തിലേക്ക് ഇന്ത്യൻ സേന പോയിട്ടുണ്ട്. സായുധ വിഭാഗം വലിയ ജാഗ്രതയോടെ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം പാകിസ്ഥാന്റെ 8ഓളം മിസൈലുകൾ ഇതിനോടകം തന്നെ ഇന്ത്യക്ക് തകർക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ജയ്സാൽമീറിൽ എല്ലാ പാകിസ്ഥാൻ ഡ്രോണുകളും വെടിവെച്ച് വീഴ്ത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ സംഘർഷഭരിതമായി തന്നെ ഈ അതിർത്തി മേഖലകൾ തുടരുന്നു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടാക്കുന്നു. ഈ ജനവാസ മേഖലകളിലേക്ക് ഈ ഡ്രോൺ ആക്രമണങ്ങൾ വരുമ്പോൾ പൂർണ്ണമായും വലിയ നടപടിക്രമങ്ങളിലേക്ക് രാജ്യം പോകേണ്ട സാഹചര്യം തന്നെയാണ്. അക്കാര്യം വിലയിരുത്തുന്നത് സംബന്ധിച്ച നീക്കങ്ങളൊക്കെയാണ് ഈ രാജ്യതലസ്ഥാനത്തും നടക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ കാര്യങ്ങൾ കൃത്യമായ ശ്രദ്ധ ചെലുത്തുകയും ഇത് നിരന്തരമായി നിരീക്ഷിക്കുകയും ആശയവിനിമയം നടത്തിക്കൊണ്ട് നടപടികൾ ത്വരിതപ്പെടുത്തുവാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ പ്രതിരോധ വിഭാഗത്തിന്റെ ഭാഗത്തുനിന്നും തുടരുന്നുണ്ട്. വൈകിട്ട് വിദേശകാര്യ മന്ത്രാലയം അടക്കം നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏത് തരത്തിൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുവാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുവാൻ ശ്രമിച്ചാൽ അതിന് തക്കതായ തിരിച്ചടിയും മറുപടിയും ഇന്ത്യ നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇന്ന് വൈകിട്ട് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പോലും ചൂണ്ടിക്കാണിച്ച സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ നടപടികൾ. പാകിസ്ഥാന്റെ ഏതൊരാക്രമണത്തിനെതിരെയും ശക്തമായ മറുപടി നൽകുക എന്നുള്ള നിർദ്ദേശം തന്നെയാണ് സൈനിക വിഭാഗങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങൾ ഇപ്പോൾ സൈന്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭദ്ര. അതെ സ്വാതി, അതായത് ഈ അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള F-16 വിമാനം അതടക്കം ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതില്ലേ, ഇന്ത്യയോട് കളിക്കാൻ നിൽക്കരുത്, അല്ലെങ്കിൽ ഇന്ത്യ എത്രമാത്രം മുന്നിലാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും ഇന്നത്തെ എല്ലാ പ്രകോപനങ്ങളും, അതായത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായിട്ടുള്ള എല്ലാ പ്രകോപനങ്ങളോടും ശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് കുറച്ചധികമെങ്കിലും ഭയം ഉളവാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ചും ഈ ഭീകര കേന്ദ്രങ്ങളടക്കം നശിപ്പിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയിട്ടുള്ള വലിയ ഒരു ശ്രമമുണ്ട്, വലിയ ജാഗ്രതയുണ്ട്. കുറെ നാളുകളായി എടുത്ത ഈ വിജിലൻസിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചതിന് പിന്നാലെ നടത്തിയിട്ടുള്ള വളരെ ലക്ഷ്യസ്ഥാനത്ത് മാത്രം ആക്രമണം നടത്തുകയും പൂർണ്ണമായും പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളൊക്കെയും ഒഴിവാക്കി പൗരന്മാരെ അടക്കം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെ ഇന്ത്യൻ സൈന്യം പോകുമ്പോൾ മറിച്ച് തിരിച്ചുണ്ടാകുന്ന ആക്രമണം എന്ന് പറയുന്നത് വളരെ വലുതായിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ചും സൈനിക താവളങ്ങൾ ലക്ഷ്യം വെക്കുകയും ജനവാസ മേഖലകളെയും നിരപരാധികളായ മനുഷ്യന്മാരെയും കൊന്നൊടുക്കുന്ന ഒരു സമീപനം തന്നെയും പാകിസ്ഥാൻ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാനുള്ളത്. എന്നിരുന്നാലും ഈ ഒരു വലിയ ജാഗ്രത സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഓരോ നിമിഷവും ഉണ്ടാകുന്ന ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പ്രകോപനങ്ങളാണ് ജമ്മു കാശ്മീർ, അതോടൊപ്പം രാജസ്ഥാൻ, പഞ്ചാബ് തുടങ്ങിയ ഇടങ്ങളിൽ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. എന്നാൽ ആകാശത്ത് വെച്ച് തന്നെ ഇവയെല്ലാം ഇല്ലാതാക്കുവാനുള്ള കഠിനമായ ശ്രമമാണ് ഇപ്പോൾ വ്യോമസേനയും അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ സംയുക്ത സേനാ വിഭാഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഏതൊരു മിസൈൽ ആക്രമണത്തെയും തടയുവാൻ ഇന്ത്യ സജ്ജമാണ് എന്നുള്ളത് തന്നെയാണ്, അത്തരത്തിലൊരു സന്ദേശം തന്നെ
തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന അല്ലെങ്കിൽ തുടരെ ആക്രമണങ്ങൾ നടക്കുന്ന ഒരു സമീപനത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു എന്നുള്ളതും ഈ ഒരു സംഘർഷത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ഈ അതിർത്തി മേഖലകളിൽ ഉണ്ടാകുന്ന പ്രകോപനങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പൂർണ്ണമായും ഇതിലുള്ള നിരീക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക യോഗങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട നിർണായക യോഗങ്ങൾ ഇതിനോടകം നടക്കുന്നുണ്ട്. കൃത്യമായ നിരീക്ഷണങ്ങളും ആശയവിനിമയവും പ്രധാനപ്പെട്ട പ്രതിരോധ വിഭാഗങ്ങൾ നടത്തി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.